ഉന്മേഷ് 2 ദിവസം മുമ്പ് ഇവിടെ പോയി വന്ന ഒരു ആളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ചേട്ടാ, 2 ദിവസങ്ങൾക്ക് മുൻപാണ് ടൂർ പോയിട്ട് വരുന്നത്. ഒരു ടൂർ പാക്കേജ് ആയിട്ട് പോകുന്നതാണ്. തീർച്ചയായിട്ടും. ഞാൻ വയനാട് സ്വദേശിയാണ്. ഞങ്ങളൊരു 50 പേര് പ്രായമുള്ളവരും കുട്ടികളടങ്ങുന്ന ഒരു സംഘമായിട്ടാണ് പോയിരുന്നത്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എല്ലാ സ്ഥലങ്ങളിലും ഈ പഹൽഗാം അടക്കം മെയിൻ ടൂറിസ്റ്റ് പ്ലേസിലെ എല്ലാ സ്ഥലത്തും പോയതാണ്. അപ്പൊ നമുക്കിപ്പോ ഈ ന്യൂസ് കണ്ടപ്പോഴാണ് വല്ലാത്തൊരു ഷോക്കായത്. നമ്മൾ പോയ സ്ഥലം തന്നെ മനസ്സിന് സത്യത്തിൽ ആ സൗന്ദര്യം വിട്ടുപോയിട്ടില്ല. അപ്പൊ തന്നെ അതിൽ തന്നെ ഇങ്ങനെ ഒരു ചോരയുടെ ഒരു ന്യൂസ് കേട്ടപ്പോഴേ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി. അപ്പം പിന്നെ നമുക്ക് അവിടെ പോയ അനുഭവം എന്ന് വെച്ചാൽ ജനങ്ങൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടും വളരെ സന്തോഷത്തോടെയും നല്ല സഹകരണത്തോടെയും ടൂറിസ്റ്റുകളോടൊക്കെ വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്കാരായിട്ടാണ് കണ്ടിട്ടുള്ളത്. നമുക്ക് ഇങ്ങനത്തെ ഒരു ഒട്ടും അപ്രതീക്ഷിതമാണ്. ഞാൻ 2 ദിവസം മുമ്പാണ് എത്തിയത്. ഞങ്ങൾ ത്രൂ ഹൈദരാബാദ് വഴിയാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇതൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ന്യൂസ് ഇന്ന് ഉച്ചയ്ക്ക് കേട്ടപ്പോഴേ തന്നെ ഭയങ്കര ഷോക്കായി. എന്താണെന്ന് അറിയില്ല ഇതിങ്ങനെ സംഭവിച്ചത്. വളരെയേതായി എനിക്ക് തോന്നുന്നത് ഈ കാശ്മീർ ഇപ്പൊ നമ്മൾ ഈ പുതിയ ഇതൊക്കെ ആർട്ടിക്കിൾ 3 ഇത് റിമൂവ് ചെയ്തതിനു ശേഷം ജനങ്ങളെല്ലാം വളരെ ജോലിപരമായിട്ടും സാമ്പത്തികപരമായിട്ടും നല്ല മെച്ചത്തിലോട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. അത് ഈ ടൂറിസം കൊണ്ടായിരിക്കാം ഈ ഉന്നമനം വന്നിരിക്കുന്നത്. അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയായിരിക്കും ഈ തീവ്രവാദികൾ ഇപ്പം ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകാൻ കാരണം ഈ ടൂറിസ്റ്റുകൾ അവിടേക്ക് വരാതിരിക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായിരിക്കാം ഈ ടൂറിസ്റ്റുകളെ തന്നെ ഒരു പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ടൂറിസ്റ്റുകൾക്കുള്ള ഇങ്ങനെ ഒരു ആക്രമണം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ടൂറിസ്റ്റുകളെ ലക്ഷ്യമാക്കിക്കൊണ്ടൊരു ആക്രമണം ഇതിനു മുമ്പ് ഉണ്ടായിട്ട് എനിക്കറിവില്ല. അപ്പൊ ഇതിന്റെ ഒരു മെയിൻ കാരണം ഈ കാശ്മീർ നല്ല രീതിയിലേക്ക് വരിക എന്നുള്ളത് തടയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ അത്രയും അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രവൃത്തിയായിരിക്കാം ഈ തീവ്രവാദികൾ ഇതിന്റെ പിന്നിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഉന്മേഷ്, ഇതാണ് ഒരു ഞെട്ടലാണ് ഇവർക്കെല്ലാവർക്കും. 2 ദിവസം മുൻപ് പോയി വന്ന ഒരു ആളാണ് നമ്മളോട് ഇപ്പൊ സംസാരിച്ചത്. വയനാട് സ്വദേശിയാണ്. ഒരു ടൂർ പാക്കേജ് ആയിട്ട് പോകുന്നതാണ്. അതായത് ആ ഒരു നാടിന്റെ സൗന്ദര്യം ഇതുവരെ ഇവർക്ക് ഇവിടുന്ന് വിട്ടുപോയിട്ടില്ല. അതിനിടയിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്ത വരുന്നത്. ഈ വാർത്ത കണ്ടുകൊണ്ട് ഈ വീടിന് മുൻപിലേക്ക് എത്തിയിരിക്കുന്നവരാണ് ഇവർ. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്രയധികം ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. ഇത് ഈ അയൽവാസികളായിട്ടുള്ള ആളുകൾ മാത്രമല്ല, ഈ വിവരം അറിഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തേക്ക് വന്നിരിക്കുന്ന ആളുകളാണ്. ചേട്ടാ, ഈ വിവരം അറിഞ്ഞെത്തിയാക്കുന്ന ആളാണോ? അതെ, ഞങ്ങൾ ബന്ധുക്കളാണ്. എപ്പോഴാണ് നമ്മൾ ഈ വിവരം അറിയുന്നത്? ഒരു 8 മണിക്ക് 8 മണിക്ക് കൺഫേം ആയിട്ട് വന്നത്. അതിന് മുന്നേ സംശയമല്ലേ ഉള്ളൂ എല്ലാവരുടെയും. പോയെന്നറിയാം, പക്ഷെ സംഭവിച്ചെന്നറിയില്ല നമുക്കത്. 8 മണിയായപ്പോ നമുക്ക് മെസ്സേജ് കിട്ടി മരിച്ചതായിട്ട്. വിളിക്കൂ അങ്ങനെ എന്തെങ്കിലും ചെയ്യും? ഇല്ല, നമുക്ക് പറ്റുന്നില്ല. അവിടുത്തെ പോസ്റ്റ് പെയ്ഡ് നമ്മുടെ ഇല്ല. പിന്നെ അവരുടെ ഒരു കസിൻ കോബ്രദർ ഉണ്ട്, അവരാണ് കോണ്ടാക്ട് ചെയ്തിട്ടാണ് കൺഫേം ചെയ്തേക്കുന്നത്. ന്യൂസ് വരുമ്പോഴേ നമുക്കുള്ളിൽ ടെൻഷനാണ്. നമ്മളുടെ പോയവരുണ്ടോ എന്ന്. അങ്ങനെയാണ് നമ്മളിത് ശ്രദ്ധിക്കാൻ കാരണം. ടിവിയില് ന്യൂസ് വന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ആകാംക്ഷയോട് നോക്കുക, പേര് വരണുണ്ടോ. അങ്ങനെ ഈ രാമേന്ദ്രന്റെ വൈഫിന്റെ ചേച്ചി തൃപ്പൂണിത്തുറയിലുണ്ട്. അവരെ വിളിച്ചു ചോദിച്ചപ്പോ അവരെ കിട്ടിയില്ല, വേറൊരാളെ കിട്ടി. അപ്പോഴാ പറഞ്ഞ ഇങ്ങനെ ഇത്തിരി പ്രശ്നമാണോ അങ്ങനെയൊക്കെയാണ് അറിഞ്ഞത്. അപ്പൊ മുതലേ ഞങ്ങൾ ആകെ ഫെഡപ്പ് ആയിട്ടിരിക്കുക. അവരെന്താ പറഞ്ഞത്? അതായത് ചേച്ചി എന്താ പറഞ്ഞത്? ചേച്ചിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ചേച്ചി വേറെ എന്തോ തിരക്കിലായിരുന്നു. വേറൊരു കസിൻ അവിടെ വന്നിട്ടുണ്ടായി. നമുക്കൊന്നും കറക്റ്റായിട്ട് അറിയാൻ കിട്ടിയിട്ടില്ല. എന്നാലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് മോളിങ്ങനെ പോയി കണ്ടു, കൺഫേം ചെയ്തു. അച്ഛനെ മോള് തന്നെയാണ് ഐഡന്റിഫൈ ചെയ്തതെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര ഞെട്ടൽ തന്നെയാണ് ഉണ്ടായത്. ഓർക്കാൻ പോലും പറ്റണില്ല. അത്രയും സജീവമായിരുന്നു എല്ലാ ഫീൽഡിലും. 2 പേര്, ഹസ്ബൻഡും അതെ, വൈഫും അതെ. മറ്റുള്ളവർക്ക് കുഴപ്പമില്ല.